ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് ഈ വാരം തിയേറ്ററിലെത്തിയത്. വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കഴിഞ്ഞ് വർക്കിംഗ് ദിനം കൂടെ ഇന്ന് തിങ്കളാഴ്ചയിലേക്ക് എത്തുമ്പോൾ മിക്കവാറും എല്ലാ സിനിമകളുടെയും കളക്ഷനിൽ ഇന്ന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറിപ്പോകുന്ന മലയാള സിനിമ പ്രകമ്പനം ആണ്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ഗണപതി, സാഗർ സൂര്യ, അല്ലമീൻ, മല്ലിക സുകുമാരൻ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 10ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 1,30,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 10 ദിവസം കൊണ്ട് 8,70,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 11ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 55 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ സിനിമയുടെ കേരള കളക്ഷൻ 9,25 ലക്ഷം റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 13 കോടിക്ക് മുകളിലുമാണ്. ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ആശകൾ 1000. ജി പ്രജിത്ത് സംവിധാനം ചെയ്ത സിനിമയിൽ ജയറാം, കാളിദാസ് ജയറാം, ഇഷാനി കൃഷ്ണ, ഷറഫുദ്ദീൻ, ആശ ശരത്ത്, ആനന്ദ് മന്മഥൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 3ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 1,09,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 2,46,00,000 രൂപയാണ്. കർണാടകയിൽ നിന്ന് 29 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 16 ലക്ഷം രൂപയും നേടിയെടുത്ത ഈ സിനിമ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 10 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 3,01,00,000 രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് നിന്ന് 53,11,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3,54,00,000 രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. ഇനി ഈ സിനിമയുടെ 4ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 45 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 2,90,00,000 റേഞ്ചിൽ ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുകയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,20,00,000 റേഞ്ചിലുമാണ്. പ്രകമ്പനം എന്ന സിനിമയ്ക്കൊപ്പം ജനുവരി 30 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ബിജു മേനോൻ, ജോജു ജോർജ്, ലെന എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 10ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 22,60,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 5,52,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 74 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 6,26,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 1,19,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 7,45,00,000 രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 11ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 15 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 5,65,00,000 രൂപയാണ് ആദ്യ 11 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ 7,60,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ദ്രൻസ് നായകനായ ആശാൻ തിയേറ്ററിലെത്തിയത് ഫെബ്രുവരി 5 ജോൺ പോൾ ജോർജ് തിരക്കഥ സംവിധാനം ചെയ്ത സിനിമയിൽ ഷോബി തിലകൻ, ജോമൻ ജോദർ, അബിൻ ബിനോയ്, ജിനു ബെൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 24,30,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 4 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 91 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ആദ്യ 4 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത് 1,07,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് സ്വന്തമാക്കിയത് 13,20,000 രൂപയുമാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1,20,00,000 രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 5ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 10-12 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 1 കോടിക്ക് മുകളിൽ കേരളത്തിൽ ഈ സിനിമ 5 ദിവസം കൊണ്ട് എത്തിച്ചേർന്നിട്ടുമുണ്ട്. അങ്ങനെ 5 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 1,35,00,000 റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാറാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അനോമി. ഈ സിനിമ 3ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 40 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 92 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 4ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഏകദേശം 10-15 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 1 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിലുമാണ്. ചത്താപ്പച്ച തിയേറ്ററിലെത്തിയിട്ട് 3ാമത്തെ തിങ്കളാഴ്ച കൂടിയായ 19 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 18 ദിവസം കൊണ്ട് കേരളത്തിൽ 17,28,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 19ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 17,33,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരം ലഭ്യമായിട്ടില്ലെങ്കിലും 36 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉബൈനി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ശുക്രൻ. ഷൈം ഡാൻ ജാക്കോ, ബിബിൻ ജോർജ്, ചന്തുനാഥ്, കോട്ടയം നസീർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 3ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 6,60,000 രൂപയാണ് കളക്ട് ചെയ്തത്. 3 ദിവസം കൊണ്ട് കേരളത്തിൽ 21,25,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെയും വേൾഡ് വൈഡ് കളക്ഷൻ ലഭ്യമായിട്ടില്ല. അഭിഷാന്ത് ജീവന്ത്, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി മഥൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച കളക്ഷനും മികച്ച അഭിപ്രായവും നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് വിത്ത് ലവ്. ഈ സിനിമ 3ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 4,60,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 14 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ 3 ദിവസത്തെ ഇന്ത്യൻ കളക്ഷനായി 8,50,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 11 കോടി രൂപയുമാണ് സ്വന്തമാക്കിയത്. 11 കോടിയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങിയിട്ടുമുണ്ട്. 4ാം ദിവസം എന്ന തിങ്കളാഴ്ചയും ഈ സിനിമയ്ക്ക് 4.5 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 15 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ബോർഡർ ടു തിയേറ്ററിൽ
തിയേറ്ററിലെത്തിയിട്ട് മൂന്നാമത്തെ തിങ്കളാഴ്ച കൂടിയ 18 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 17 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 369 കോടി 75 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 54 കോടി 25 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 17 ദിവസം കൊണ്ട് 424 കോടി രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.